മലയാളി നാറികളുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഒരുത്തനെ എടുത്തങ്ങ് പൊക്കി വെക്കുകയും ചെയ്യും, അതേപോലെ എടുത്തങ്ങ് താഴെ ഇടുകയും ചെയ്യും. അതിനുള്ള ഉദാഹരണമാണ് ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ നിങ്ങൾ എല്ലാം കൂടി ഇപ്പോൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. ഈ പറയുന്ന ഹനാൻ ഷാ നിന്റെ അടുത്തൊക്കെ ആരടുത്തെങ്കിലും വന്ന് പറഞ്ഞാടാ എന്റെ പാട്ട് കേട്ടിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങാവൂ. ഒരു കാര്യവുമില്ലാതെ അവന്റെ പാട്ട് കേൾക്കാനായിട്ട് കുടുംബസഹിതം പോയി അടിയും വാങ്ങി നിരങ്ങി വന്നിട്ട് എന്നെ കൊന്നേ എന്നെ ചത്തേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല കാര്യവും ഉണ്ടോ? അതേപോലെ തന്നെ പരിപാടിക്ക് വന്ന 10 പേരടക്കം ആശുപത്രിയിലായിട്ടും അദ്ദേഹം പിന്നെ അവിടെ എന്താ കണ്ണും കെട്ടി നിൽക്കണോ? അവരെ വീട്ടുകാരെല്ലാം കൂടെ ഇവനെ ഒന്ന് പഞ്ഞിക്കിട്ടാൽ ആ അടിയെ കൊള്ളുന്ന നിങ്ങളല്ല, ഈ പറയുന്ന ഹനാൻ ഷായാണ് കൊള്ളേണ്ടത്. അവൻ പിന്നെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടാതെ പിന്നെ അവൻ അവിടെ വാ ഞാൻ നിങ്ങളെയൊക്കെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവാം എന്നാണോ ഈ പറയുന്ന ഹനാൻ ഷാ പറയേണ്ടത്? അദ്ദേഹം പോലും അറിയാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് അദ്ദേഹത്തെ തെറ്റുകാരനാക്കുന്നത്? ആ പരിപാടി നടത്തിയ സംഘാടകർക്ക് വന്നപ്പോഴവനെ എന്തിനാണ് അദ്ദേഹത്തെ അതുമായി കണക്ട് ചെയ്യുന്നത്? അതിന്റെ എന്ത് ആവശ്യമാണ് നിങ്ങൾക്കുള്ളത്? ഈ പറയുന്ന ഹനാൻ ഷായും അത്ര മോശക്കാരനല്ല. അദ്ദേഹത്തിന്റെ പരിപാടിക്ക് വന്ന് അടി കിട്ടിയവരുടെ വീഡിയോ സഹിതം ഇയാൾ എടുത്ത് സ്റ്റോറിയാക്കി ഹനാൻ ഷാ എഫക്ട് എന്ന് പറഞ്ഞ് ആസ്വദിച്ച യവൻ എത്ര വിവരമില്ലാത്തവനാണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലായിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളവൻ എന്തിനാണ് നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ട് നിങ്ങൾ തന്നെ ഇതേപോലെ കുഴിയിലിട്ട് മൂടുന്നതിന്റെ വല്ല കാര്യമുണ്ട്? ഇതേപോലെ പണ്ടൊരുത്തനെ നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. ചക്കക്കുരു അല്ലെങ്കിൽ കുക്രു എന്ന് പറയുന്ന ഒരുത്തൻ. ആ പാവപ്പെട്ടവന്റെ പൊടി പോലും ഇപ്പൊ കാണാനില്ല. അവന്റെ എന്തോ ചെറിയൊരു തരി ഇപ്പൊ വന്ന് ആട് 3 അവൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു പരക്കം പറച്ചിൽ വന്നപ്പോൾ ആ പടത്തെ മൊത്തത്തിൽ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞ മലയാളി വിവരമില്ലാത്ത തെണ്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. അത് നിങ്ങളൊന്ന് ചിന്തിക്കും.